കലാസ്നേഹികളെ, അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കും. ഈ മണി ബോക്സ് എടുക്കുമെന്ന് ജാസ്മിൻ അറിയാം. ആരാണ് ചോദിച്ചത്? ഏത് നിക്കണ കണ്ടില്ലേ? അത് വാഴയമ്മത്തായിട്ടാ. ഓക്കെ, ജാസ്മിൻ അറിയാം. കാരണം ഞാൻ ജാസ്മിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചതും സംസാരിച്ചതും ജാസ്മിൻ എത്ര എമൗണ്ടിൽ വരെ വന്ന് കണ്ടു കഴിഞ്ഞാൽ എടുക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ ജാസ്മിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഏത് ഗതികെട്ടവനെ ശകനം കണ്ടോണ്ടാണ് ഇറങ്ങി പുറപ്പെട്ടത്? കണ്ട കുരുത്തക്കട കാണിച്ചിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ജിൻഡോനെ എന്തോ ചെയ്യുന്നു, അല്ലെങ്കിൽ ജിൻഡോക്കെതിരെ ഞാൻ പുറത്തെന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ പ്ലാൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇഷ്ടം പോലെ ഉണ്ട്. ജിൻഡോ ഉള്ളിൽ ഞാൻ കയറിപ്പോയ സമയത്ത് തന്നെ, വൈൽഡ്കാർഡായി കയറിപ്പോയ സമയത്ത് തന്നെ എനിക്ക് എന്ത് ചെയ്യാം, സീക്രട്ട് ഏജന്റ് ആ ഒരു സ്ഥാനത്തിൽ നിന്ന് നിങ്ങളൊക്കെ മൈൻഡ് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ ജിൻഡോ എന്ന് പറഞ്ഞൊരു പ്ലെയറെ ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കണോ? സുനാമി മുഖമൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? ടൈറ്റിലോ ബാക്കി കാര്യങ്ങളോ തരാത്തൊരു സുഖം അല്ലെങ്കിൽ ഒരു സന്തോഷം നമുക്ക് കിട്ടും. അതൊക്കെ എനിക്ക് ആ വീടിനകത്തുനിന്ന് കിട്ടി. എനിക്ക് കിട്ടിയത് തന്നെയാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ കപ്പ്. ഋഷി നിന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തോന്നാണ് ദൈവം പറയുന്നതെന്നാണ് ഞാൻ ഋഷി പറയുമ്പോൾ ഞാൻ വിചാരിച്ചത്. ഒരാൾക്കൊരു അവസരം കൊടുത്തില്ല, സെൽഫിഷ് ആയിട്ട് തോന്നി ഋഷിക്ക്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഈ പറഞ്ഞ എന്റെ മനസ്സിൽ സിജോ അപ്പടിക്കണമെന്നാണ്. സിജോ എന്തോ നിങ്ങൾ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായിരിക്കുന്നു. സിജോ ഇല്ലെങ്കിൽ നെക്സ്റ്റ് നമ്മുടെ അഭിഷേകോ അർജുനോ അവരാരടിച്ചാലും ഐ എം വെരി ഹാപ്പി. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ